നമസ്കാരം. നിതിൻ ബബിൻ്റെ സ്വന്തം സ്ഥലം, 30 വർഷമായി BJP ജയിക്കുന്ന സ്ഥലം, ബീഹാറിൽ നിതീഷ് കുമാർ ഭരിക്കുന്ന നാട്, എന്തുകൊണ്ടും BJP ജയിക്കേണ്ട സ്ഥലം. തലയ്ക്കുള്ള അടിയാണ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നിതിൻ ബബിൻ്റെയും. ഒരു പരിധിവരെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെയും തലയ്ക്കുള്ള അടിയെന്ന് പറയാൻ കാരണം, പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന BJPയോടൊപ്പം സ്ട്രാറ്റജിസ്റ്റായിട്ട് നിന്ന, ഇന്ത്യയിലെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റായി BJPക്ക് സപ്പോർട്ട് ചെയ്തിരുന്ന പ്രശാന്ത് കിഷോറാണ് അവരുമായിട്ടൊക്കെ തെറ്റി പുതിയ പാർട്ടിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ അടിച്ചടിച്ച് കിടന്നത്. അദ്ദേഹം ഇപ്പോൾ ന്യൂജൻ കുട്ടികളുടെ വോട്ട് കൂടെ നേടിക്കൊണ്ട്, ഇസഡ് ജെന്നിൻ്റെ വോട്ടുകൾ നേടിക്കൊണ്ട്, CJPയുടെ വോട്ടുകളൊക്കെ കൂടെ നേടിക്കൊണ്ട് ബംഗിപ്പൂർ മണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ഇത് ചെറിയ സൂചനയല്ല. ഒരു മണ്ഡലമല്ലേ ജയിച്ചോളൂ എന്ന് BJPക്ക് പറയാം വേണമെങ്കിൽ, അല്ലെങ്കിൽ നിതീഷ് കുമാറിന് പറയാം. പക്ഷെ അതല്ല, തലയ്ക്കാണ് പിടിച്ചിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന UP തെരഞ്ഞെടുപ്പ്, ആസാമിലെ തെരഞ്ഞെടുപ്പ്, പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ്, ഗോവയിലെ തെരഞ്ഞെടുപ്പ്, ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ്, 2027 8 സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. ഫെബ്രുവരി മുതൽ ഡിസംബർ വരെ തെരഞ്ഞെടുപ്പിൻ്റെ കാലമാണ്. 29 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയാണ്. മോദി ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ എന്നും ലഹരി വിരുദ്ധ പരിപാടി എന്നൊക്കെ പറഞ്ഞ് യുവാക്കളുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതെല്ലാം ശരിയാണ്. പക്ഷേ ഏറ്റ പരുക്ക് വളരെ ആഴത്തിലുള്ളതാണ്. ആ മുറിവ് ഉണങ്ങാൻ ഇനി ഒരുപാട് സമയമെടുക്കും. ഞങ്ങളൊക്കെ വളരെ കൃത്യമായി വീഡിയോ ചെയ്ത് പറഞ്ഞതാണ്, മോദിയുടെ പ്രഭാവം കൊണ്ട് മാത്രം ഇന്ത്യയിൽ ഇനി അങ്ങനെ പോകാൻ പറ്റില്ല. അതിനൊക്കെ ഒരു ടൈമുണ്ട്, ഒരു ലിമിറ്റ് ഉണ്ടെന്നേ. ഒരാളിൻ്റെ ഒരു ഭരണാധികാരിയുടെ പ്രഭാവം എന്നൊക്കെ പറഞ്ഞാൽ ഒരു 10 വർഷം 15 വർഷം, അല്ല കൽപ്പാന്ത കാലം പ്രഭാവത്തിൽ പോകാൻ പറ്റത്തില്ല. മാക്സിമം പോയാൽ 30 വർഷം. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രഭാവത്തിൽ പോയിരിക്കുന്നത് ജ്യോതി ബസുവാണല്ലോ. പിന്നെ കരുണാനിധി, അങ്ങനെ ഉള്ള സ്റ്റേറ്റുകളാണ്. ജ്യോതി ബസ് ഒരുപാട് കാലം പോയല്ലോ, 10-25 വർഷം പോയല്ലോ, 4-5 പ്രാവശ്യം പോയി. പിന്നെ 3 പ്രാവശ്യം പോയത് മമതാ ബാനർജിയാണ്. അങ്ങനെ പോകാൻ പറ്റില്ല. ഒരുപാട് കാലം ഒരാളിനെ തുടർച്ചയായിട്ട് പോകുമ്പോൾ ആളുകൾ മടുക്കും, അവർ പുതുമയിലേക്ക് തേടിപ്പോവും. എന്തായാലും ബീഹാറിലെ ബംഗിപ്പൂരിലെ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു പാഠമാണ്, ഒരു ലെസണാണ്. അത് പഠിക്കുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. BJP RSSൻ്റെ മോഹൻ ഭഗവത് യുവാക്കളുമായി സംസാരിക്കാനുള്ള പരിപാടി പ്ലാൻ ചെയ്യുന്നു. സേവാഭാരതി പോലെ ടെക്കികളായിട്ടുള്ള വിദ്യാഭ്യാസമുള്ള ആളുകളെ സംഘടിപ്പിക്കാനുള്ള പുതിയ സംഘടനയുണ്ടാക്കുന്നു. അങ്ങനെ വലിയ സന്നാഹമാണ് RSS ചെയ്യുന്നത്. അപ്പോൾ RSSും വലിയ സന്നാഹത്തിലേക്ക് വരുന്നു, BJPയും സന്നാഹത്തിലേക്ക് വരുന്നു. മോദി നേരിട്ടിറങ്ങി ഇൻസ്റ്റഗ്രാമിൽ ബഹളമുണ്ടാക്കി 4-5 മില്യൺ ആളുകളെ കൂട്ടി. അതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതെല്ലാം സംഭവിക്കുമ്പോഴും സാധാരണ ജനങ്ങളുടെ മനസ്സിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ, ഇന്ത്യൻ യുവാക്കൾ കോരിയിട്ട ഒരു തീപ്പൊരി ഉണ്ട്. അതിവിടെ ഉണ്ട്. അത് ആളിക്കത്തുമോ എന്ന് നമുക്ക് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അറിയാം. CJP അതിനകത്ത് പാർട്ടി ഉണ്ടാക്കിയൊക്കെ പോകുന്ന അതൊന്നും അറിയത്തില്ല, അതൊക്കെ വേറെ കഥ. പക്ഷേ ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ ആഴത്തിൽ മുറിവേറ്റ ഒരു വിഷയമായിരുന്നു നീറ്റിൻ്റെയും CBSEയുടെയും UGCയുടെയൊക്കെ പരീക്ഷാ പേപ്പറുകൾ ചോർന്നതും 20 കുട്ടികൾ മരിച്ചതും ഇന്ത്യൻ ജനതയെ ആഴത്തിലാണ് മുറിവേൽപ്പിച്ചത്, അവരുടെ മനസാക്ഷിയെ. അത് പ്രതികരിക്കുക തന്നെ ചെയ്യും. അതിന് ഇങ്ങനെയുള്ള ചില്ലറ പ്രതികരണങ്ങളിലാണോ മൊത്തമുള്ള പ്രതികരണത്തിലാണോ വരുന്നതെന്ന് നമുക്ക് കാത്തിരുന്നേ കാണാൻ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. എന്തായാലും BJP സന്നാഹങ്ങൾ ഒരുക്കുന്നു, RSS ഒരുക്കുന്നു. അവർ യുവാക്കളെ കാണാൻ ഇറങ്ങുന്നു, വിദ്യാർത്ഥികളെ കാണാൻ ഇറങ്ങുന്നു. കോളേജുകൾ, സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി വിരുദ്ധ പരിപാടികളുമായി കേന്ദ്രം വരുന്നു. 100 ആഴ്ചയാണ് പരിപാടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയല്ല, ഒരു കുറച്ച് സമയമല്ല. പിന്നെ ഒരു 4 ആഴ്ച എന്നുള്ള 1 മാസമായി. അപ്പോൾ 10 മാസമായ 40 ആഴ്ച. ഇത് 2 വർഷത്തോളം 2-2.5 വർഷത്തോളം പോണ കഥയാണ്. 2 വർഷത്തോളം പോണ കഥയാണ്. അപ്പോൾ 100 ആഴ്ച ഈ പരിപാടികളിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും വളരെ വലിയ ഒരു രീതിയിലേക്കാണ് പോകുന്നത്. 2 വർഷത്തെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനിലേക്കാണ് പോകുന്നത്. 29 തെരഞ്ഞെടുപ്പ് കണക്കാക്കി തന്നെയാണ് നീങ്ങുന്നത്. അതിനിടയിൽ വിവാദങ്ങളൊന്നുമില്ലാതെ കൊണ്ടുപോകാനാണ് മോദി ശ്രമിക്കുന്നത്. യുവാക്കളെയും യുവതികളെയും വിദ്യാർത്ഥികളെയും കയ്യിലെടുക്കാനുള്ള എല്ലാ സ്ട്രാറ്റജികളുമായി മോദിയും രംഗത്തുണ്ട്, മോഹൻ ഭഗവത്തും രംഗത്തുണ്ട്.
അതേസമയം വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായി CJPയുടെ അഭിജിത്ത് ദീപ്കയും ഇനിയിപ്പോൾ പ്രശാന്ത് കിഷോറും വലിയ സംഘമുണ്ടായിരിക്കും. അതുകൊണ്ട് BJPയുടെ ഉറക്കമില്ലാത്ത രാവുകൾ തന്നെയാണ് വരാനിരിക്കുന്നത്. പ്രശാന്ത് കിഷോർ പാർലമെൻറ്റിൽ വരുന്നത്, അല്ലെങ്കിൽ പിന്നെ എന്താണ് ജയിക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഒരു സിംറ്റമാണ് കാണിക്കുന്നത്. അദ്ദേഹം ജനപ്രതിനിധിയാകുന്നത് അദ്ദേഹം കൃത്യമായ ഒരു സിംറ്റമാണ് കാണിക്കുന്നത്, നല്ലൊരു തെളിവാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രശാന്ത് കിഷോറിൻ്റെ ജയം CJPയുടെ ഒരു വിജയമായിട്ട് നമുക്ക് കണക്കാക്കാം. CJP പാർട്ടി ആയാലും ഇല്ലെങ്കിലും ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ, ഇന്ത്യൻ സമൂഹത്തിൽ അവർ ഉണർത്തിവിട്ട ആ തീപ്പൊരിയുണ്ടല്ലോ, അത് കനലാകാതിരിക്കട്ടെ. അങ്ങനെ കനലായാൽ BJP വെന്ത് വെണ്ണീറാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വികസിത ഭാരതം 2047 വേറെ ആമ്പിള്ളരായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്.